പിഴപ്പിക്കാൻ ആ പെണ്ണിന് കഴിഞ്ഞില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ മയക്കാൻ ആ പെണ്ണിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലോ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ടു കണ്ടാലുണ്ട് ഗുണ്ടാമണ്ടി. ശരിക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഈമാൻ അങ്ങോട്ട് ഉറച്ചതുകൊണ്ട് പ്രിയമുള്ളവരെ പേടിച്ചില്ല, ഭയപ്പെട്ടില്ല, ഒരു അണു അളവുമായില്ല. സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ മനസ്സ് പ്രണയപ്പെടുത്തിയില്ല. തലവെട്ടിയെറിഞ്ഞു, ദൂരേക്കെറിഞ്ഞു. എന്നെ വശീകരിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ നിന്നെ ഞാനിതാ തകർത്ത് ഞാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ വശീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പടാൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുക. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിന്റെ ഈമാൻ ഉറപ്പിച്ചിരിക്കുന്ന നബിയേ, എന്റെ മനസ്സിന്റെ അകത്ത് ഏറ്റവും അധികം എന്നെ ഇഷ്ടമുള്ള കൂട്ടുകാരെയല്ല, എന്റെ കള്ളുകുപ്പിയല്ല, തൊലിവെളുത്ത സുന്ദരിയാറെ പെൺകുട്ടികളെയല്ല, പിന്നെ എന്റെ മനസ്സിന്റെ അകത്ത് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നബിയേ, നിങ്ങളെ കൊല്ലാൻ നടന്നവനായാൽ അല്ലാഹുവിന്റെ റസൂല്, നിങ്ങളുടെ തലവെട്ടാൻ നടന്നവനായാൽ, പക്ഷേയും എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്റെ കുടുംബത്തെയല്ല, എന്റെ ഭൗതിക ലോകത്തെയല്ല, എന്റെ സൗഭാഗ്യത്തെയല്ല, അല്ലാഹു റസൂലുഹു, ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ അവന്റെ റസൂലിനെയാണ് നബിയേ. അതുകൊണ്ട് സുന്ദരികളായ പെൺകുട്ടികൾക്ക് എന്റെ മുന്നിൽ സ്ഥാനമില്ല, കള്ളുകുടിയന്മാർക്ക് അതിന്റെ മുന്നിൽ സ്ഥാനമില്ല. എന്റെ മനസ്സിലെ നശിപ്പിക്കാ അവർക്ക് ഞാൻ അവസരം കൊടുക്കൂല നബിയേ. ഇങ്ങനെ പറയോ, മലപ്പുറം ജില്ലകളെ കുതിർത്തവാന്ന മണ്ണിലെ കൂറ്റമ്പാറയിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് സാധിക്കുമോ? ഏറ്റവും അധികം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ നിനക്ക് കഴിയോ? ഈ രാത്രിയിൽ വേദിയിൽ ഇത്രത്തോളം ജനങ്ങളെ തടിച്ചുകൂടിയിരിക്കുന്ന പരിശുദ്ധ രാത്രിയിൽ അല്ലാഹുവേ, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നിന്നെയാണെന്ന് പറയാൻ പറ്റോ? എന്റെ ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിന്റെ അകത്ത് മമ്മൂട്ടിയുടെ സ്ഥാനം എത്രയാ? മോഹൻലാലിന്റെ സ്ഥാനം എത്രയാ? സച്ചിൻ ടെണ്ടുൽക്കറുടെ സ്ഥാനം എത്രയാ? എന്തിനേറെ നിന്റെ നാട്ടിൽ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി പോലും തുറന്ന ജീപ്പിന്റെ അകത്ത് കൈകൂപ്പിയിട്ട് കൂറ്റമ്പാറയിൽ വന്നിറങ്ങുമ്പോ ആ നേതാവിന്റെ മുമ്പ് ശാലിടാ തോർത്തിടാൻ ആരമില്ല. നീ പോയി നിൽക്കുന്ന താഴ്മയുണ്ടല്ലോ, വിനയമുണ്ടല്ലോ, അത് നിന്റെ പള്ളിക്കകത്ത് നീ കാണിക്കാറില്ലല്ലോ, അള്ളാന്റെ മുമ്പിൽ അതുപോലും നീ കാണിക്കാറില്ലല്ലോ. പിന്നെ ആരെയാണ് പോലെ നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് പറയാൻ നിനക്ക് കഴിയോ? ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാര്, നമുക്കൊരു പുതിയ രീതിയിലൂടെ അള്ളാന്റെ പൊരുത്തത്തിലേക്ക് പറന്നെത്താൻ സാധിക്കണം. ഏറ്റവും നല്ല അർജനമുള്ള, ആർക്കും തളർത്താൻ കഴിയാത്ത അസുഖാലുക്കളുടെ കൂരമ്പുകൾ വന്ന് പതിക്കുമ്പോൾ തളർന്നു പോകാത്ത, ഈ ലോകത്ത് നശിപ്പിക്കണം, വിഭാഗീയതയിലൂടെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഘടനവാദികളുടെ വാക്കുഭയത്തിൽ മയങ്ങിപ്പോകാത്ത ഏറ്റവും നല്ല കരുത്തുറ്റ ഈമാൻ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരെ പഠിപ്പെടുക്കുക. അതിനു മുന്നിൽ നിന്റെ സൗന്ദര്യവതികളാറ് സ്ത്രീകൾ തടസ്സമാവില്ല, ദേശരാജ്യത്തെ മധ്യദേശങ്ങൾ തടസ്സമാകില്ല. 1 മണിക്കൂർ കൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭവിഹിതം കൊയ്തു എന്നറിയുന്ന സിനിമാ ലോകത്തിന്റെ പിന്നിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങളും നിനക്ക് തടസ്സമാവല്ല. മനസ്സിന്റെ അകത്ത് കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂൽ എന്തിനേക്കാളും ഏറ്റവും വലിയ സ്നേഹം അവർക്ക് കൊടുക്കുക. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിയേ, കള്ളും പെണ്ണും ഒക്കെ പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാൻ നിർത്തിയതൊക്കെ. റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അത് നമുക്ക് കാണാം. കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന പേരിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം ഞാൻ സ്റ്റേജിലൂടെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
ഒന്നാമത്തെ ദിവസം ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതം, രണ്ടാമത്തെ ദിവസം ഉമർ റളിയല്ലാഹുവിന്റെ മരണം. രണ്ടും വല്ലാതെ പഠനാർഹമാണ്. ഈ സമുദായത്തിന് പ്രത്യേകിച്ച് ഈ വാക്കുകൾ പഠിച്ചിരിക്കൽ ആവശ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിന്റെ അകത്ത് ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ